എതിർപ്പുകളെ അവഗണിച്ച് രാത്രിയിൽ റഫേൽ ഇസ്രയേലിന്റെ വൻ ആക്രമണം നടന്നു എന്ന വാർത്ത വരുന്നു. 100-ലേറെ പേർക്ക് ജീവഹാനി. താക്കീതുമായി അറബ് രാജ്യങ്ങൾ രംഗത്ത്. ഹൂതികൾ ബ്രിട്ടീഷ് കപ്പൽ ആക്രമിച്ചു എന്ന വാർത്തയും വരുമ്പോൾ വിദേശ വാർത്തകളെ അപകടിക്കാൻ പി ജെയിംസ് വരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്. ഹായ്. ഈ റഫേൽ എന്താ ജെയിംസ് നടക്കുന്നത്? എസ്. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഇസ്രായേൽ ഒഴികെ അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും പറഞ്ഞു അരുതേ അരുതേ. പക്ഷേ അതൊന്നും ഇസ്രായേലിൻ്റെ മുമ്പിൽ വിലപ്പോകുന്നില്ല. ഇസ്രായേൽ ഒരു അഹങ്കാരത്തോടെ തന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഫേൽ ഏതാണ്ട് 14 ലക്ഷം ജനങ്ങളാണ് അവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. 2.5 ലക്ഷം പേർക്ക് പാർക്കാവുന്ന ഒരു നഗരത്തിൽ 14 ലക്ഷം പേര് താൽക്കാലിക ടെൻറ്റുകൾ അടിച്ച് തെരുവിൽ കഴിഞ്ഞ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനില്ല, പകർച്ചവ്യാധികൾ. ഇതിനിടയിലേക്കാണ് റഷ്യയുടെ പോർ വിമാനങ്ങൾ വന്ന് തീ തുപ്പുന്നത്. ഈ രാത്രിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. എന്തായാലും ഇത് വല്ലാതെ സങ്കടപ്പെടുത്തുന്നതും ലോകത്തെ മുഴുവൻ ഒരു രോഷത്തിലാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയതാണ്ട് 5-ാം മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് 5-ാം മാസം തുടങ്ങിയതിന് ശേഷവും ആക്രമണം ശക്തമാവുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ ആരും പറഞ്ഞിട്ട് കേൾക്കാത്ത അവസ്ഥയാണ്. ഇതിനെതിരെ അറബ് രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിൽ യൂറോപ്പ്, അമേരിക്ക അടക്കം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പ് വലിയ ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ രക്ഷാസമിതിയിൽ വോട്ടെടുപ്പ് വന്നപ്പോൾ 15 രക്ഷാസമിതി അംഗങ്ങളിൽ 13 രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് റഫേൽ ആക്രമിക്കരുതെന്നുള്ള പ്രമേയം പാസ്സാക്കാനിരുന്നതാണ്. പക്ഷേ അമേരിക്ക വീറ്റോ ചെയ്തു. ബ്രിട്ടൻ വിട്ടുനിന്നു. ബാക്കി എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ അടക്കം ഒറ്റക്കെട്ടായിട്ടാണ് ആക്രമണം പാടില്ല എന്ന് പറഞ്ഞത്. ലോകമെമ്പാടുമുള്ള 95% രാജ്യങ്ങൾ ഇതിനെതിരാണ്. ആ സമയത്താണ് ഇപ്പോൾ ഇസ്രായേൽ ഈ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിനെ അമ്പരപ്പിച്ചുകൊണ്ട്, അമേരിക്കയും അമ്പരപ്പിച്ചുകൊണ്ട് ഹൂതികൾ ബ്രിട്ടീഷ് കപ്പലിനെ ചെങ്കടലിൽ ആക്രമിച്ചു, കപ്പലിന് തീ പിടിച്ചു എന്ന വാർത്ത കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ യുദ്ധം കൂടുതൽ കനക്കുകയാണ്. ഇതിന് മധ്യസ്ഥ ശ്രമങ്ങളുമായിട്ട് ഖത്തർ, ഈജിപ്തിന് രംഗത്തുണ്ട്. അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാവ് സിൻബാർ അദ്ദേഹം കൈറോയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ചർച്ചകൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ വെടിനിർത്തൽ സംബന്ധിച്ചൊരു ധാരണയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ അമേരിക്ക സ്വതന്ത്ര പാലസ്തീൻ എന്ന ഒരു ആശയം നേരത്തെ മുതലുള്ളതാണ്, 48 മുതലുള്ളതാണ്. അത് മുന്നോട്ട് വയ്ക്കുക, അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രായേൽ അവിടെയും വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നു. എന്തായാലും വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് പശ്ചിമേഷ്യ പോകുന്നത്. യുദ്ധം കൂടുതൽ ശക്തമാകുന്നു. ചൈന രംഗത്ത് വന്നതിൻ്റെത് നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്. അമേരിക്കയും ചൈനയും തമ്മിൽ അറബ് രാജ്യങ്ങളിൽ സ്വാധീനമുണ്ടാക്കാനുള്ള ശ്രമം കൂടി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ മറവിൽ നടക്കുന്നുണ്ട്. ജെയിംസ്, മറ്റൊരു കാര്യം, ഈ റഷ്യയിലെ മരിച്ച മുൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ മാതാവ് കണ്ടു എന്ന രീതിയിൽ വാർത്ത വരുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇത് വീണ്ടും വലിയ സങ്കീർണമായി മാറുകയാണ്. ഒരുപാട് ദിവസത്തെ പരിദേവനങ്ങൾക്കും ബഹളങ്ങൾക്കും ശേഷമാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ, അത് ലോകം മുഴുവൻ ആദരിക്കുന്ന, റഷ്യയിൽ ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഭൗതിക ശരീരം കാണാൻ അമ്മയ്ക്ക് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഭാര്യയ്ക്കും മകൾക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് റഷ്യയിലേക്ക് കടക്കാൻ പോലും കാണാത്ത അവസ്ഥയിലാണ്. അവർ മ്യൂണിക് കോൺഫറൻസിന് പോയിരുന്ന ആ ഇടയിലാണ് അലക്സി നവൽനി കൊല്ലപ്പെട്ടത്. ജർമ്മനിയിൽ നിന്ന് അവർ അമേരിക്കയിൽ പോയി. ഭാര്യ യൂലിയ നവൽനിയും മകൾ ഡാരിയ നവൽനിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. ജോ ബൈഡൻ പറഞ്ഞത് അലക്സി നവൽനി ഏറ്റവും ശക്തനായ പോരാളിയായിരുന്നു, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെന്ന് ഭാര്യ യൂലിയ ആരോപിച്ചു. അമേരിക്കയും അതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അമേരിക്ക ഒരു തരത്തിൽ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു. യൂറോപ്പ് വന്നിരിക്കുന്നു. പുതിയ ഉപരോധം ജോ ബൈഡൻ പ്രഖ്യാപിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അലക്സി നവൽനി റഷ്യയിൽ ഒരു വല്ലാത്ത ഇതായിട്ട് വളർന്നു വരുന്നതിൽ വല്ലാത്ത ഭീതി പുട്ടിനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും അവസാനത്തെ കാര്യം, അമ്മയോട് പറഞ്ഞത് ഈ സംസ്കാരം വളരെ സ്വകാര്യമായി നടത്തണം, ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന സമയത്ത് ആരും അറിയാതെ മൃതദേഹം സംസ്കരിക്കണം. അതിന് മാതാവ് അനുമതി നൽകിയിട്ടില്ല. പക്ഷെ അവർ ത്രട്ടൺ ചെയ്ത് അങ്ങനെ വന്നാൽ ബോഡി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ബോഡി കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും, നിങ്ങൾ പറയുന്നത് കേട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടയ്ക്കുമെന്നുള്ള തരത്തിൽ റഷ്യൻ അധികാരികൾ ഭീഷണിപ്പെട്ടിരിക്കുന്നു. മരിച്ചുപോയ ഭൗതിക ശരീരത്തെ പോലും ഭയക്കുന്നു വ്ളാഡിമിർ പുടിൻ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാർച്ച് 17 അവിടെ പൊതു തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അലക്സി നവൽനിയുടെ ലോകമെമ്പാടും ഉയർന്നിരിക്കുന്ന ഇമേജിൽ വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു, ഭീരുവായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ ജോ ബൈഡനും
പുടിനും തമ്മിലൊരു വാഗ്വാദങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ജോ ബൈഡനെ കഴിഞ്ഞ തവണ നല്ല വാക്ക് പറഞ്ഞതാണ് പുടിൻ. അദ്ദേഹം മറ്റേ ട്രംപിനേക്കാൾ ജയിക്കാൻ കഴിവുള്ളവനാണെന്നാണ് ജോ ബൈഡനെ കുറിച്ച്. പക്ഷേ ജോ ബൈഡൻ പറയുന്നത് ഇദ്ദേഹം ഒരു റോഗാണ് അല്ലെങ്കിൽ തെരുവ് ഗുണ്ടയാണ് എന്നുള്ള തരത്തിൽ ആണ് ഇത് പറഞ്ഞത് എന്ന് മാത്രമല്ല ഈ കൊലപാതകത്തെ സംബന്ധിച്ചും ജോ ബൈഡനും ആന്റണി ബ്ലിങ്കനൊക്കെ പുടിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതിനിടയിൽ ഹോളിവുഡിലെ കൗബോയ് ആണ് ജോ ബൈഡൻ എന്ന് പുടിൻ ഈ മണിക്കൂറുകളിൽ തിരിച്ചടിച്ചിരിക്കുന്നു. SK ചൈനീസ് ചാരക്കപ്പൽ മാലദ്വീപിലെത്തിയതായി വാർത്ത വരുന്നു. ഒരു മാസത്തെ ദുരൂഹ യാത്രയ്ക്ക് ശേഷമാണ് ഈ ചൈനീസ് കപ്പലിന്റെ വരവ്. ചൈനയെ നേരിടാൻ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ സഖ്യം ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് പി ജെയിംസ് തുടരുന്നത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പി ജെയിംസ്. എന്താണ് ഈ ചാരക്കപ്പലിനെ കുറിച്ച് പി ജെയിംസിന് പറയാനുള്ളത്? SK ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ജനുവരി 14 പുറപ്പെട്ടതാണ് ചൈനയുടെ ഈ ചാരക്കപ്പൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചില സമയത്ത് ഇത് ട്രാക്കിങ്ങിൽ കിട്ടുമായിരുന്നു. മറ്റ് പല ദിവസങ്ങളിലും നമ്മളിപ്പോൾ ചൈനീസ് ചാരക്കപ്പലിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പറയാൻ കഴിഞ്ഞില്ല. അത് എവിടെയാണെന്ന് പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 2 ദിവസം മുമ്പാണ് 20 മണിക്കൂർ കൊണ്ട് എത്താവുന്ന സ്ഥലത്ത് ചൈനീസ് ചാരക്കപ്പലിനെ ട്രാക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ അത് മാലദ്വീപിൽ എത്തി എന്ന വാർത്ത തന്നെ വരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ആ മേഖലയിൽ നാവികസേനാഭ്യാസം നടത്താൻ നിൽക്കുന്ന അതേ ദിവസം തന്നെയാണ് ചൈനീസ് ചാരക്കപ്പൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് ചാരക്കപ്പൽ പറയുന്നത് ഞങ്ങൾ ഗവേഷണത്തിന് വന്നതാണെന്നാണ്. പക്ഷേ പല സമയത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചിലതിൽ അപ്രത്യക്ഷമായിരുന്നു. പലയിടങ്ങളിലും മാലദ്വീപിൽ 200ഓളം ദ്വീപുകളുണ്ട്. അതിൻ്റെ എവിടെയെങ്കിലും നങ്കൂരമിട്ട് അവർ ചാര രഹസ്യങ്ങൾ അല്ലെങ്കിൽ ചാരപ്പണി നടത്തുകയായിരുന്നു എന്ന് സംശയിക്കുന്നുണ്ട് ഇന്ത്യ എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. പക്ഷെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അദ്ദേഹം അതിശക്തമായിട്ട് ചൈനയെ പിന്തുണയ്ക്കുകയാണ്. മൊയ്സു ചൈനയിൽ സന്ദർശനം നടത്തി ഷി ജിൻപിങ്ങിനെ കണ്ടുവന്നതിൻ്റെ തൊട്ടുപിറകെയാണ് ചൈനീസ് ചാരക്കപ്പൽ ചൈനയിൽ നിന്ന് പുറപ്പെട്ടത്. അത് ചുറ്റിക്കറങ്ങി ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒക്കെ കറങ്ങിയിട്ടാണ് ഇപ്പോൾ അത് മൗറീഷ്യസൊക്കെ വഴി കറങ്ങി ഇന്തോനേഷ്യ വഴിക്കൊക്കെ പോയിട്ടൊക്കെയാണ് ഇപ്പോൾ മാലദ്വീപിൻ്റെ പ്രദേശത്ത് ഒരു 10-15 ദിവസമായിട്ട് അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ട്രാക്ക് ചെയ്തിരുന്നില്ല. ഇപ്പോൾ അത് മാലദ്വീപിൽ ഔദ്യോഗികമായി എത്തിയെന്ന വാർത്ത വരുന്നു. ഇന്ത്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. എന്തായാലും ചൈന എല്ലായിടത്തും പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ്. എന്തായാലും അതിനെതിരെ ഒരു ആശ്വാസകരമായ കാര്യം ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യൻ നാവികസേനയോട് ചേർന്നുകൊണ്ട് ഈ ചൈന ഇന്ത്യ മഹാസമുദ്രത്തിൽ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓൾറെഡി അമേരിക്കയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ചൈന ലോകത്തിലെ 1-ാം നമ്പർ നാവിക ശക്തിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയോട് ഇനി മത്സരിക്കാനുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യക്കാണ് ഇപ്പോഴും മേധാവിത്വമുള്ളത്. അത് തകർക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം. അതിന് ബംഗ്ലാദേശിന് കപ്പലുകൾ കൊടുക്കുന്നു, ഇവിടെ ഇടപെടുന്നു, മാലദ്വീപിൽ ഇടപെടുന്നു. എന്തായാലും ഇന്ത്യ ആൻഡമാൻ നിക്കോബർ ഐലൻഡിലെ പുതിയ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നു. ലക്ഷദ്വീപിൽ 2 നാവികത്താവളങ്ങൾ ഒരുക്കുന്നു. ഇതൊക്കെ ഈ ചൈനയെ നേരിടുക എന്ന ലക്ഷ്യത്തിലൂടെയാണ്. ചൈന ഇവിടെ മാത്രമല്ല ബഹിരാകാശത്തും അമേരിക്കയോട് മത്സരിക്കാൻ പോവുകയാണ്. 2 കൂട്ടരും 2030 മുമ്പ് ചന്ദ്രനിലേക്ക് ആളെ വിട്ട് അവിടെ പെർമനൻ്റ് ആയിട്ട് താമസിക്കാൻ പറ്റാവുന്നത് ഒരുക്കുമെന്നാണ് ചൈന ഇപ്പോൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. SK ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി വിദേശ വാർത്തകൾ നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.